പരീക്ഷയിൽ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഡു നോട്ട് സ്കിപ്പ്. ഇപ്പോൾ പറയാൻ പോകുന്ന പോർഷൻസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് സ്കിപ്പ് ചെയ്താലും നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ വെറുതെ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ഓപ്ഷനും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇത് സ്ഥിരമായി നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾ നല്ല നീറ്റായിട്ട് പഠിച്ചിട്ട് പോകുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു ടോപ്പിക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നൊന്ന് കൺഫേം ചെയ്യുക. അറിയാമെങ്കിൽ താഴെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് താഴെ ചെന്ന് ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഈ പോർഷനൊക്കെ അറിയാം, അല്ലെങ്കിൽ ചില പോർഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മോർണിംഗ് ബൂസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്താണെങ്കിലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോർഷനിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം തന്നെ വാട്ട് ഈസ് എൻവയറമെന്റൽ സ്കാനിങ് എന്നാണ്. ഓക്കെ, അപ്പം എന്താണ് എൻവയറമെന്റൽ സ്കാനിങ്? നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ് ഏത് ടൈപ്പാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ച് അതിൻ്റെ ചുറ്റുപാടും അത് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ. കുറേ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം അല്ലേ. ആ സ്റ്റഡി ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനാണോ, ഇത് ഇന്ന സംഭവങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കാനാണോ? അല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഭീഷണികൾ അല്ലെങ്കിൽ ത്രെറ്റ്സ് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങുവാനും, അതുപോലെ തന്നെ എന്താണ് പുതിയ പുതിയ ട്രെൻഡുകൾ വരുന്നതനുസരിച്ച് നമുക്ക് നീങ്ങാനും, ആൻഡ് ചേഞ്ചസ് ദാറ്റ് മേ അഫക്റ്റ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണെങ്കിലും ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ബിസിനസ്സിന്റെ ചുറ്റുമുള്ള എൻവയറമെന്റ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്യുക. ആ മോണിറ്റർ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? ടു ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ട്രെൻഡ് ആൻഡ് ചേഞ്ച് ദാറ്റ് മേ അഫക്റ്റ് ഇറ്റ്സ് പെർഫോമൻസ് ഇൻ ദ ഫ്യൂച്ചർ. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം എന്ന കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതെല്ലാം മാറ്റിയെടുക്കുക അല്ലേ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എൻവയറമെന്റൽ സ്കാനിങ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ സ്കൂൾ എങ്ങനെയാണ്, നല്ലതാണോ, അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ലതാണോ, അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ വരുന്നവരൊക്കെ നല്ലതാണോ, നല്ല മാർക്കൊക്കെ കിട്ടിയാണോ പാസ് ഔട്ട് ആയേ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. കാരണം എന്താണ്, നമുക്ക് നല്ലൊരു സ്ഥലത്ത് പഠനം വേണം, അല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്ക് വേണം. അതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് ലോങ് റണ്ണിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നറിയണമെങ്കിൽ എൻവയറമെന്റൽ സ്കാനിങ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എങ്ങനെ ചോദ്യം വന്നാലും എൻ്റെ കുഞ്ഞുങ്ങളെ എഴുതത്തില്ലേ, എൻവയറമെന്റൽ സ്കാനിങ് എന്താണെങ്കിലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ ടേം ഗാങ് പ്ലാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ വരുന്ന ഒരു ടേം ആണ് ഗാങ് പ്ലാൻ എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ള സംഭവം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Superior subordinate relationship throughout the concern and it is necessary to ensure the unity of command. Unity of command എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാൾ മുകളിലിരിക്കുന്ന ഒരാള് ഒരു പർട്ടിക്കുലർ ആളോട് ഇന്ന സാധനം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഡയറക്ഷൻ കൊടുക്കുന്നതിനാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഫയോളിന്റെ കേസിൽ ഇസ് നോട്ട് ഇൻ എ ഫേവർ ഓഫ് വെരി റിജിഡ് സ്കെയിലാർ ചെയിൻ. അദ്ദേഹത്തിന് ഭയങ്കര റിജിഡ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാർ ചെയിൻ അല്ലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടത്. സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട് അല്ലെ. മുകളിലിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ബോസ് കാണും, ആ ബോസിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആള്, അതിന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ആൾ, അങ്ങനെ 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 ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട് അല്ലെ. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലൊക്കെ പഠിച്ച പോലെ ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതൊരു ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അങ്ങനെ പോയാൽ മാത്രമേ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ വരെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ. ഇനിയാണ് വരുന്നത് ഹി ഹാഡ് എ ഷോർട്ട് കട്ട് സർക്യൂട്ട് ദ ചെയിൻ ഓഫ് command where emergency decision are to be taken. അതായത് പെട്ടെന്ന് ഒരു എമർജൻസി ഡിസിഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഹൈറാർക്കിയൽ ഓർഡർ നോക്കിയിരുന്നാൽ ശരിയാവില്ല അല്ലെ. പെട്ടെന്ന് നമുക്ക് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴാണ് ഇവിടെ ഗാങ് പ്ലാങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഷോർട്ട് കട്ട് സർക്യൂട്ട് എന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഗാങ് പ്ലാങ് എന്ന് വിളിക്കാം. ഗാങ് പ്ലാങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ക്യൂ എന്ന് പറയുന്ന ഏറ്റവും ലോവർ ലെവലിൽ ഇരിക്കുന്ന ആളാണ് അല്ലെ. അപ്പം ആ ആൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പി ആയിരിക്കും, പിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒ ആയിരിക്കും. അങ്ങനെ അങ്ങനെ ആ ഒരു ഓർഡറിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഒരേ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചോ, ഈ ജിയും ക്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഈ ഒരു ഹൈറാർക്കിയൽ ഓർഡർ കാരണം ഇവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആവുകയാണ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആണ് അല്ലെ. ഈ ക്യൂവിൽ നിന്ന് ജി വരെ എത്താൻ വേണ്ടി കുറെ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗാങ് പ്ലാങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ജിക്കും ക്യൂവിനും ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എഫിനും ബിക്കും ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അത് സഡൻ ആയിട്ടുള്ള ഒരു എമർജൻസി ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഗാങ് പ്ലാങ്, സ്കെയിലാർ ചെയിനിൽ നമുക്ക് ഈ ഗാങ് പ്ലാങ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ
ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ്, ഈ ഷോർട്ട് കട്ട് സർക്യൂട്ട് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗാങ് പ്ലാങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം ഗാങ് പ്ലാങ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ഡയഗ്രാമും കൂടെ നിങ്ങൾ അങ്ങ് വരച്ചു വിട്ടോ. കാരണം കാണുമ്പോൾ മിസ് വിചാരിക്കും ഓ സെറ്റ് എല്ലാം പഠിച്ചിട്ടായിരിക്കുന്നത് എന്നൊരു തോന്നൽ വരും അല്ലേ. നമ്മളതങ്ങ് തോന്നിപ്പിക്കുക. അപ്പം നിങ്ങളങ്ങ് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ടേം സ്പാൻ ഓഫ് മാനേജ്മെന്റ്. നിങ്ങളെല്ലാവരും വെറുതെ ഓ ഇതൊന്നും വരത്തില്ല എന്ന് വിചാരിച്ച് മറിച്ച് വിടുന്ന ഒരു സാധനമാണ്. എല്ലാ കുഞ്ഞുങ്ങളും നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ വരുമോ, ഇതൊക്കെ എവിടെയാ, ഇത് ഏതോ ഒരു സൈഡിലാണല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇത് വരും. 2 മാർക്കിന് സ്ഥിരം ചോദ്യമാണ് വന്നിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഇൻ ദി സ്ട്രക്ചർ. നമുക്കൊരു സ്ട്രക്ചർ കാണും, മാനേജ്മെന്റ് സ്ട്രക്ചറിലെ ഓരോ ലെവൽ ഓഫ് മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എവിഡന്റ് അല്ലെങ്കിൽ ക്ലിയർ ആക്കി നിങ്ങളുടെ അടുത്ത് പറയുവാണെങ്കിൽ അടുത്ത ലൈനിൽ നമുക്ക് കാണാം. സ്പാൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ് ബൈ എ സുപ്പീരിയർ. സുപ്പീരിയർ എന്ന് പറയുന്ന എൻ്റെ കഴിവുകളൊക്കെ വെച്ച് ഞാൻ പടം വരച്ച് നിങ്ങളെ കാണിക്കാം. സുപ്പീരിയർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരാൾ ബോസ്. ഓക്കെ, ഇപ്പൊ സുപ്പീരിയർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ താഴെ കുറെ സബോർഡിനേറ്റ്സ് കാണുമല്ലോ അല്ലെ. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു എത്ര 1 2 3 4 5 ചില ആൾക്കാർക്ക് 5 പേരെ വളരെ വൃത്തിക്ക് നോക്കാനായിട്ട് അറിയായിരിക്കും. 5-ൽ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാനേജറിന് അല്ലെങ്കിൽ ആ ഒരു ബോസിന് അവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന് ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും കംഫർട്ടബിൾ ആൻഡ് അതുപോലെ അദ്ദേഹത്തിന്റെ സ്കില്ല് അതിനനുസരിച്ചായിരിക്കും. പക്ഷെ ചില മാനേജേഴ്സ് ഉണ്ട്, ഇവരുടെ താഴെ ഒരു 10,100,000 ആൾക്കാരുണ്ടെങ്കിലും അവരതങ്ങ് ഡീൽ ചെയ്യും. ഓക്കെ, അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങ് ഡീൽ ചെയ്യും. ഓക്കെ, അപ്പൊ 2 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഇവിടെ പറയുന്നുണ്ട് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ് ബൈ എ സുപ്പീരിയർ. ആദ്യത്തെ കേസ് എടുക്കുവാണെങ്കിൽ ആൾക്ക് 5 പേരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ആളുടെ കേസിലാണെങ്കിൽ അയാൾക്ക് വേറെ രീതിയിലുള്ള സ്കിൽ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ആ ഒരു നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്, ഒരാൾക്ക് എത്ര പേര് ഡീൽ ചെയ്യാം എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ചില കമ്പനീസ് ഇത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പൊ ഡിസഡ്വാൻറ്റേജസിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് മോസ്റ്റ്ലി ചോദിക്കാറുള്ളത്. നമ്മുടെ ഈ സ്പാൻ ഓഫ് മാനേജ്മെന്റിന്റെ കേസിൽ കുറച്ച് ആൾക്കാരെ നോക്കാൻ പറ്റുന്നുള്ളൂ എങ്കിലും ആ ആൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ 5 പേരെ വളരെ പേഴ്സണലി അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇവരുടെ കേസിൽ വരുന്നത്. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം മറ്റേ ആളുടെ കേസിൽ ഒരു 100 പേരെ ഒറ്റയടിക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷെ പേഴ്സണലി അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണത്തില്ല, അവരുമായിട്ടുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് കാണത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് 2 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന സ്പാൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ നമ്പർ of subordinates that can be effectively managed by a superior. ഒരു സുപ്പീരിയറിന് എത്ര സബോർഡിനേറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കുന്നതിനെയാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓരോ ടേംസും ക്ലിയർ ആക്കിയില്ലെങ്കിൽ എക്സാമിന് ഓരോ സാധനങ്ങൾ ചോദിക്കുമ്പം എന്തായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. സംഭവം എന്താണെന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ എഴുതി വെക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഈ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവാണെങ്കിൽ നിങ്ങളുടെ വായിൽ വാക്കുകൾ വരും. ഓക്കെ, നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ ഇരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്സ് അല്ലെ. പ്ലാനിങ് പ്രോസസ്സിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. കുറച്ച് സ്റ്റെപ്പ് 1 2 3 4 5 6 7 സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ ഫോളോ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ചിലപ്പം ഒരു 4 മാർക്കിനായിരിക്കും ഇത് ചോദിക്കുന്നത്. റൈറ്റ് ഇനി 4 സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്സ് എന്ന് ചോദിക്കും. ഓർഡറിൽ തന്നെ എഴുതുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഡെവലപ്പിംഗ് പ്രൊമൈസസ്, ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റ് കോഴ്സസ് അല്ലെ, ആ ഓൾട്ടർനേറ്റ് കോഴ്സസ് എഫക്റ്റീവ് ആവുമോ എന്ന കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. സെലക്ടിങ് ആൻഡ് ഓൾട്ടർനേറ്റ്, അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സാധനം നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. ഇംപ്ലിമെന്റിങ് ദ പ്ലാൻ, അങ്ങനെ നമ്മൾ വിചാരിച്ച പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പിന്നെന്താണ്, ഈ വിചാരിച്ച പോലെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന സംഭവം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു അല്ലെ. നമ്മളൊരു ടൂറൊക്കെ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതങ്ങനെ ഓർത്ത് നിങ്ങൾക്ക് ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോലെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. 3 മാർക്ക് തൊട്ട് 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഫോർമൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞ് 2 വര അങ്ങോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു സംഭവം കാണുമ്പോഴേ
ഒരു പെട്ടി വരയ്ക്കുക, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്തിനെ പറ്റിയാണോ ചോദിച്ചിരിക്കുന്നത് അത് രണ്ടും അപ്പുറത്തും എഴുതുക. അതിൻ്റെ കുറച്ച് നല്ല ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള സംഭവം ഒരു സൈഡിൽ എഴുതുക. അതിനെ റിലേറ്റ് ചെയ്ത് മറ്റേത് വെച്ച് കമ്പയർ ചെയ്ത് അപ്പുറത്ത് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വാട്ട് ഇസ് മീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഗ്യാങ് പ്ലാൻ ഒക്കെ പറയുന്ന കേസിൽ ഞാൻ പറഞ്ഞിരുന്നു ഫോർമൽ ആയിട്ട്, അതായത് ഹൈറാർക്കിയൽ ഓർഡറിൽ തന്നെ ബോസിന്റെ താഴെ അടുത്തയാൾ, അതിൻ്റെ അടുത്തയാൾ, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലായിരിക്കും, ഹൈറാർക്കിയൽ ലെവലിലായിരിക്കും ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, അവർ മെയിനായിട്ട് നോക്കുന്നത് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യണം, ഓർഗനൈസേഷൻ എന്തെങ്കിലും ഒരു എയിം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇൻഫോർമലിൻ്റെ കേസിൽ ടു സാറ്റിസ്ഫൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് അല്ല, ഇൻഫോർമൽ എന്ന് വരുമ്പോഴത്തേക്ക് ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ ക്ലാസ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ, നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അതിൻ്റെ അകത്തൊരു ഇൻഫോർമൽ നിങ്ങളുടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് കാണുമല്ലോ, ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. കാരണം ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് കളിച്ചിരിച്ച് നിൽക്കുന്ന പോലെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സേഫ് സോൺ, സേഫ് പ്ലേസ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സാധനമാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ട് നമ്മൾ സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ നീഡ്സ് ആയിരിക്കും കൂടുതലും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അവരായിട്ട് വെളിയിൽ പുറത്ത് പോവുക, കറങ്ങാൻ പോവുക, ലഞ്ചിന് പോവുക, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവുക, ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഓർഗനൈസേഷനിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, കുറച്ച് കമ്പനി ആയിട്ടുള്ള ആൾക്കാർ, അവർ ആ ഒരു ടീമായിട്ട് അവർ എവിടെയെങ്കിലുമൊക്കെ പോകും അല്ലേ. അപ്പം അതൊരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. അപ്പോൾ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ നീഡ്സ് ആയിരിക്കും. മറ്റേ കേസിൽ എന്താണ്, ഫോർമൽ ഓർഗനൈസേഷൻ വരുമ്പോഴത്തേക്ക് ബോസിൻ്റെ താഴെ എൻ്റെ അടുത്ത ആൾ, അങ്ങനെ ഓരോ ഹൈറാർക്കിയൽ ലെവലിലായിരിക്കും പോകുന്നത്. ത്രൂ ഒഫീഷ്യൽ ചാനൽ വഴി മാത്രമേ ഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റേ കേസിൽ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് ചൂസ് ചെയ്യാം. ലോങ് ടേം എക്സിസ്റ്റൻസ് ആയിരിക്കും ഫോർമലിൻ്റെ കേസിൽ വരുന്നത്, ഷോർട്ട് ടേം എക്സിസ്റ്റൻസ് ആയിരിക്കും ഇൻഫോർമൽ വരുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മൾ ചിലപ്പം വന്ന ഒരു ടീമിൻ്റെ കൂടെ അല്ലായിരിക്കും. നിങ്ങളൊക്കെ സ്കൂളിൽ ഇപ്പോൾ ജോയിൻ ചെയ്തപ്പം ആദ്യം നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാണും, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ തേടി ഇതല്ല എനിക്ക് വേണ്ട അല്ലെങ്കിൽ വേറൊരു ടീമാണ് എന്ന് നിങ്ങൾക്ക് തോന്നി വേറൊരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഒത്തുചേരുമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ടേം എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടീം കാണും, ചിലപ്പോൾ കാണത്തില്ല, ആ ഒരു സാഹചര്യത്തിലാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാളത്തേക്കുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഒരു കമ്പനി തീരുന്നിടം വരെ അല്ലെങ്കിൽ നിർത്തുന്നിടം വരെ കാണും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. റിജിഡ് സ്ട്രക്ചർ ആയിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മുടെ ഫോർമലിൻ്റെ കേസിൽ വരുന്നത്. ഇൻഫോർമലിൻ്റെ കേസിൽ ഹൈലി ഫ്ലെക്സിബിൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമ്മുടെ ഒരു വൈബ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇൻഫോർമലിൻ്റെ കേസിൽ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോൾ വേണമെങ്കിലും, നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ചായ കുടിക്കാൻ പോകണം, ഓക്കെ ചായ കുടിക്കാൻ പോകാം, അത് ഏത് സമയം എന്നൊന്നുമില്ല അല്ലേ. പക്ഷെ ഫോർമലിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഭയങ്കര റിജിഡ് ആയിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഫോളോ ദ റൂൾസ് സ്ട്രിക്ട്ലി അല്ലേ, ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും, അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. നോ ഫോർമൽ റൂൾസ്, ഇൻഫോർമലിൻ്റെ കേസിൽ റൂൾസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് 3 ഉള്ളത്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. നമ്മൾ പഠിച്ച സംഭവമാണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത്, പിന്നെ അതിൻ്റെ പ്രോഫിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഒബ്ജക്റ്റീവ് ചിലപ്പോൾ 3 മാർക്കിനാണെങ്കിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ വെച്ച് നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. പോയിന്റ്സ് മാത്രം എഴുതിയാൽ പോരാ, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിവൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, നിങ്ങളിത് ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചോ അതോ സ്കിപ്പ് ചെയ്തോ എന്ന് ഓർക്കാൻ വേണ്ടി ഇട്ടൊരു ചോദ്യമാണ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ് 4 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിൻ്റെ 4 ലിമിറ്റേഷൻസുകൾ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്ന പോലെ ഒരു 4 പോയിന്റ് ചോദിച്ചപ്പോഴത്തേക്ക് 5-6 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നോക്കിയതാ. പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി അല്ലേ, അത് ഭയങ്കര റിജിഡാ, അതിനനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നും പ്ലാനിങ് ഇൻ കോസ്റ്റ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഭയങ്കര നമ്മൾ പറയും ഇന്ന ദിവസത്തെ ബഡ്ജറ്റ് എനിക്ക് ഇത്രയുമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കവിയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു സ്ട്രിക്ട്നെസ് വരുന്നുണ്ട്. പ്ലാനിങ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ശരിയാണ്, നമ്മൾ ആദ്യം വിചാരിക്കും ട്രിപ്പ് പോകുമ്പം ആദ്യം നമുക്ക് ഡൽഹിക്ക് പോവാം, പിന്നെ പറയും വേണ്ട ഡൽഹി മാറ്റി നമുക്ക് ഗോവയാക്കാം, പിന്നെ പറയും വേണ്ട ഗോവ വേണ്ട നമുക്ക് പോണ്ടിച്ചേരി പോവാം അല്ല. ഇങ്ങനെ കുറേ തീരുമാനങ്ങൾ വരും. അവസാനം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ചെയ്യുന്ന ഉടനെ യെസ് സംഭവം എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടത്തില്ല അല്ലേ. ആ ഒരു പ്ലാനിങ് ഒന്ന് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്ന സംഭവം വളരെ
കിട്ടാതിരിക്കാം. അങ്ങനെ 50-50 ചാൻസസ് ആണ് ഉള്ളത്. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയൺമെന്റ്, അതായത് ഇങ്ങനെ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ നമുക്ക് പ്ലാനിങ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു മാറ്റം വരുന്നത്. എൻ്റെ കൈയടിച്ചതാണ് പക്ഷെ കുഴപ്പമില്ല, പെട്ടെന്നൊരു മാറ്റം വരുന്നത്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം അല്ലെ. ആ ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി അല്ലെ. നമ്മൾ നല്ലൊരു പ്ലാനിങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൽ നല്ലൊരു ഐഡിയ നമുക്ക് വരുക. പക്ഷെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പോയി, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടൂറിന് പോവാ, അപ്പം നിങ്ങൾ ഗോവയ്ക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് നല്ലൊരു സ്ഥലം കണ്ടു. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം എന്താ, നിങ്ങളുടെ ടൈം പ്രകാരം, നിങ്ങൾ പ്ലാൻ ചെയ്ത സമയം പ്രകാരം നിങ്ങൾക്ക് എന്താണ്, ഇപ്പം അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ ലേറ്റ് ആവും. അപ്പോൾ പ്ലാൻ അവിടെ പൊളിയുവേ. അതുകൊണ്ട് എന്താ, നല്ലൊരു സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ നിർത്താൻ പറ്റിയില്ല അല്ലെ. അപ്പം അതാണ് പറയുന്നത്, ക്രിയേറ്റിവിറ്റീനെ ഇച്ചിരി റെഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റുകൾ ഒരു 4 ചോദിച്ചാൽ 4, 3 ചോദിച്ചാൽ 3. ഓക്കെ, അധികം ചിന്തിച്ച് സമയം കളയരുത്, കുറച്ച് പോയിന്റുകൾ പഠിച്ചിട്ട് പോവുക. അപ്പോൾ 3 4 ചോദിക്കുവാണെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ 3 pillars ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. 1991 വന്ന് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത് LPG എന്ന് പറയുന്ന ഈ ടേം എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നായിരിക്കും മിക്കവാറും 2 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വൺ ഷോട്ട് ലൈവുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരുന്ന ലൈവുകളിലും, അതായത് നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് മുന്നേ ഉള്ള നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും പിന്നെ മോർണിംഗ് ബൂസ്റ്റിലൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഇത്രയും പോർഷൻസ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇത് വരത്തില്ല എന്നൊക്കെ വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് വിടരുത്, നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പം നമുക്ക് ലൈവുകളിൽ വെച്ച് കാണാം. ബൈ.